ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മളെല്ലാവരും കൃത്യസമയങ്ങളിലാണ് ആഹാരം കഴിക്കുന്നത് അല്ലേ? ഈ ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നെന്നും നമുക്കറിയാം. അവ പല പ്രക്രിയകൾക്ക് വിധേയമാകാറുണ്ട്. കൂടാതെ അരിപ്പ പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന അവയവങ്ങളും ഉണ്ട്. ഇത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ മനുഷ്യരിലും ജന്തുക്കളിലും എക്സ്ക്രീറ്ററി ഓർഗൻ പ്രവർത്തിക്കുന്നത് പോലെ സസ്യങ്ങളിലും ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവയൊക്കെയും നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ, പോഷകാഹാര പ്രക്രിയയിലെ ഘട്ടങ്ങൾ. നമുക്കത് നോക്കിയാലോ? ഏതൊക്കെ ഘട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്? ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഇഞ്ചക്ഷൻ. ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? അത് ഇഞ്ചക്ഷനാണ്. അതായത് കഴിക്കൽ, ആഹാരം നമ്മൾ എടുക്കുന്നതിനാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജാണ്. പിന്നെ ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ എന്ന പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് ഇഞ്ചക്ഷൻ. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഡൈജഷൻ? Digestion is a process in which the organic factors present in food are broken down to simple components. അതായത് ഡയജഷൻ എന്ന പ്രോസസ്സിൽ ഇവിടെ ഓർഗാനിക് ഫാക്ടർ ഫുഡിലുള്ളത് ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നു. ഇതെങ്ങനെയായിട്ട്? ടു സിമ്പിൾ കോമ്പോണ്ടൻറ്റ്, ചെറിയ കമ്പോണ്ടൻ്റായിട്ട്, ലളിതമായ ഘടകങ്ങളായിട്ട് മാറുന്നു. ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ ദ ബോഡി. അത് എന്താകാൻ പറ്റും? ബോഡിക്ക് അബ്സോർബ്, ആഗിരണം ചെയ്യാനായിട്ട് പറ്റുന്ന രൂപത്തിൽ ആക്കുക. അതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഡൈജഷൻ്റെ മലയാളം ദഹനം. ഇവിടെ സിമ്പിൾ കോമ്പോണ്ടൻ്റായിട്ട് ഫുഡ് മേടിക്കുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അത് ബോഡിക്കൊപ്പം സ്വീകരിക്കാനായിട്ടും പറ്റും. ദ പ്രോസസ് ഓഫ് ദ ഡൈജസ്റ്റഡ് ഫുഡ് ബീങ് റിസീവ്ഡ് ഇൻ ദ ബോഡി ഈസ് അബ്സോർഷൻ. ഇനി അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ എടുക്കൽ എന്ന് പറയുമ്പം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്നതിനെയാണ് അബ്സോർഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് അസിമിലേഷൻ വരുന്നത്. അസിമിലേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് അബ്സോർബ് കമ്പോണ്ടൻറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് ദ ബോഡി. അസിമിലേഷനിൽ ഈ ദഹിച്ച ആഹാരം ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നു. അടുത്ത ദ ബൈ പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻ. ഇവിടെ മെറ്റബോളിക് റിയാക്ഷൻ്റെ ബൈ പ്രോഡക്റ്റ് വിച്ച് ആർ നോട്ട് യൂസ് ടു ദ ബോഡി, ബോഡിക്ക് വേണ്ടാത്ത ആർ എലിമിനേറ്റഡ് ത്രൂ ദ പ്രോസസ് കോൾഡ് എക്സ്ക്രീഷൻ. എലിമിനേറ്റഡ്, അത് വെളിയിലേക്ക് പോകുന്നു. ഏത് പ്രോസസ്സ് വഴി? എക്സ്ക്രീഷൻ എന്ന വിസർജനം എന്ന പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വെളിയിലേക്ക് പോകുന്നത്. ഇനി കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ആഡിങ് ദ സ്റ്റേജസ് ഓഫ് അസിമിലേഷൻ ചേർത്തുകൊണ്ട് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം ഇഞ്ചക്ഷൻ, അടുത്ത ഡൈജഷൻ, പിന്നെ അബ്സോർപ്ഷൻ, പിന്നെ അസിമിലേഷൻ, പിന്നെ എക്സ്ക്രീഷൻ. ഇനി എക്സ്പെല്ലിംഗ് വേസ്റ്റ് എങ്ങനെ പുറന്തള്ളാം. ലുക്ക് അറ്റ് ദി ഇലിസ്ട്രേഷൻ നോക്കുക. ഓക്സിജൻ ഫ്രം ലങ്സ് എവിടെ എത്തിച്ചേരുന്നു? ബ്ലഡ്. ഇനിയും കാർബൺ ഡയോക്സൈഡ് ഫ്രം സെൽ, കാർബൺ ഡയോക്സൈഡും നമ്മുടെ ബ്ലഡിൽ വരുന്നു. യൂറിയ ഫ്രം ലിവർ, അതും ബ്ലഡിലേക്ക് വരുന്നു. പിന്നെ ന്യൂട്രിയൻസ് ഫ്രം ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതുമെല്ലാം ബ്ലഡിൽ വരും. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ആർ ദ കമ്പോണ്ടൻറ്റ് റീച്ചിങ് ബ്ലഡ്? ബ്ലഡിൽ എത്തിച്ചേരുന്ന കമ്പോണ്ടൻറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെയാണ്? ഓക്സിജൻ, ലങ്സിൽ നിന്ന് വരുന്ന ഓക്സിജൻ, കോശങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡ്, ലിവറിൽ നിന്ന് വരുന്ന യൂറിയ, ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇത്രയും കമ്പോണ്ടൻ്റാണ് ബ്ലഡിൽ എത്തിച്ചേരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് എമംഗ് ദീസ് ആർ റിക്വയർഡ് ഫോർ ദ ബോഡി? ഇതിന് ബോഡിക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഓക്സിജനും വേണം, പിന്നെ ന്യൂട്രിയൻസ് വേണം നമ്മുടെ ബോഡിക്ക് ഈ ഘടകങ്ങളിൽ വേണ്ടത്. ഹൗ ആർ ദ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് എലിമിനേറ്റഡ്? അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സബ്സ്റ്റൻസ് എലിമിനേറ്റഡ്, പുറത്തേക്ക് പോകുന്നത്? അതായത് ആൻസർ, ദ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആർ എലിമിനേറ്റഡ് ത്രൂ എക്സ്ക്രീഷൻ ആൻഡ് റെസ്പിറേഷൻ. എക്സ്ക്രീഷൻ വിസർജനം വഴിയും റെസ്പിറേഷൻ ശ്വസനം വഴിയും പോകും. അതായത് കാർബൺ ഡയോക്സൈഡൊക്കെ റെസ്പിറേഷനിലൂടെയാണ് വെളിയിലേക്ക് പോകുന്നത്.
അടുത്ത ദ യൂറിയ ദാറ്റ് റീച്ചസ് ദ ബ്ലഡ് ഈസ് നോട്ട് നെസസറി ഫോർ ദ ബോഡി. യൂറിയ വേണ്ട, ബോഡിക്ക് ആവശ്യമില്ല. ലെറ്റ് us see how this is expelled. എങ്ങനെയാണ് യൂറിയ വെളിയിൽ പോകുന്നത് നമുക്ക് നോക്കാം. ഫിൽറ്റേഴ്സ് ഇൻ ദ ബോഡി. അരിപ്പകളുണ്ട് നമ്മുടെ ബോഡിയിൽ. അരിപ്പ ആരാണിവിടെ നമ്മുടെ ബോഡിയിൽ അരിച്ചു മാറ്റുന്നത്? അതായത് നമ്മുടെ കിഡ്നിയിലുള്ള അരിപ്പകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. നെഫ്രോൺസ് എന്ന് പറയുന്ന അതൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. ഇവിടെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദ ബ്ലഡ് വെസൽ ദാറ്റ് റീച്ചസ് ദ കിഡ്നി. ബ്ലഡ് വെസൽ എവിടെ എത്തിച്ചേരും? കിഡ്നിയിൽ എത്തിച്ചേരും. ബ്ലഡ് അലോങ് വിത്ത് യൂറിയ, വാട്ടർ ആൻഡ് അതർ കമ്പോണൻറ്റ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ്. എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ബ്ലഡിൽ എത്തിച്ചേരുന്നത് കൂടുതൽ വെള്ളവും പിന്നെ മറ്റ് കമ്പോണൻറ്റുമായിട്ടാണ്. അത് വലിയ അളവിലായിരിക്കും ബ്ലഡിൽ എത്തിച്ചേരുന്നത്. ഇനി ബ്ലഡിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴോ? ദ ബ്ലഡ് വെസൽ ദാറ്റ് ലീവ്സ് ദ കിഡ്നി വിട്ടു പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ബ്ലഡ് അലോങ് വിത്ത് വാട്ടർ, യൂറിയ ആൻഡ് അതർ കമ്പോണൻറ്റ് ഇൻ ലെസർ ക്വാണ്ടിറ്റീസ്. ലെസർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിലായിരിക്കും തിരിച്ച് ബ്ലഡിൽ നിന്ന് ഇതൊക്കെ പോകുന്നത്. പേജ് നമ്പർ 60. Examine the component of both the blood vessel that reaches the kidney and that which leaves the kidney. അതായത് നിങ്ങൾ പരിശോധിക്കണം എന്താ കമ്പോണൻറ്റ് ഓഫ് ബോത്ത് ദ ബ്ലഡ് വെസലിൻ്റെ അല്ലെ കമ്പോണൻറ്റ് ദാറ്റ് റീച്ചസ് ദ കിഡ്നിയിൽ എത്തിച്ചേരുമ്പോൾ എന്തൊക്കെ കമ്പോണൻ്റാണ് ബ്ലഡ് വെസലിലുള്ളത്? അവിടുന്ന് ആൻഡ് ദാറ്റ് വിച്ച് ലീവ്സ് ദ കിഡ്നി, അവിടുന്ന് ബ്ലഡ് വെസൽ കിഡ്നിയിൽ നിന്ന് പോകുമ്പോൾ അതിൽ ഉള്ള കമ്പോണൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കണം. വാട്ട് ഡിഫറൻസ് ഡു യു സീ? എന്ത് കാണും? നമ്മൾ കണ്ടു കഴിഞ്ഞു. കിഡ്നിയിലേക്ക് വരുന്ന ബ്ലഡ് വെസലിൽ എന്തൊക്കെ കൂടുതലുണ്ട്? അവിടെ യൂറിയയും വാട്ടറും അതർ കമ്പോണൻറ്റും ഗ്രേറ്റർ ക്വാണ്ടിറ്റീസിൽ ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് കിഡ്നിയിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസലിൽ യൂറിയയും അതർ കമ്പോണൻറ്റും വാട്ടറും ഒക്കെ കുറച്ച് മാത്രമേ ലെസർ എമൗണ്ടിലേ കാണത്തുള്ളൂ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്യാൻ യു ടെൽ വാട്ട് ദ ഫങ്ഷൻ ഓഫ് ദ കിഡ്നീസ്? കിഡ്നിയുടെ ഫങ്ഷൻ എന്നാണ്? ഫിൽറ്റർ ദി വേസ്റ്റ് മെറ്റീരിയൽ അരിച്ച് മാറ്റുക അല്ലേ. ഇനി നോക്കുക. ഡ്യൂറിങ് സമ്മർ മോർ വാട്ടർ ഈസ് ലോസ് ത്രൂ ദ സമ്മർ സീസണിൽ കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്നു. ഇതുവഴി? ത്രൂ സ്കിൻ വഴി. ഹെൻസ് ദെയർ വുഡ് ബി ലെസ് വാട്ടർ. അപ്പോൾ അവിടെ എന്തായിരിക്കും? കുറച്ച് വെള്ളവും കാണത്തുള്ളൂ. ആൻഡ് മോർ സോൾട്ട് ഇൻ യൂറിനകത്ത് കൂടുതൽ സോൾട്ടും കാണും. യൂറിൻ ഇൻ ദി സീസൺ വുഡ് ബി സ്ലൈറ്റ്ലി മോർ യെലോയിഷ് ഇൻ കളർ. അതുകൊണ്ട് യൂറിൻ ഈ സമ്മർ സീസണിൽ എങ്ങനെയായിരിക്കും കാണുന്നത്? യെലോയിഷ് കളറിലായിരിക്കും കാണുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് യൂറിനകത്ത് മഞ്ഞ കളർ യെലോയിഷ് കളർ കാണാനുള്ള സാധ്യത എന്തോന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ സമയത്ത് കൂടുതൽ വെള്ളം സ്കിന്ന് വഴി പുറത്തേക്ക് പോകുന്നു. അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ യൂറിൻ അപ്പോൾ യെലോയിഷ് കളറിൽ കാണപ്പെടുന്നു. ഓക്കെ, നോക്കുക. എക്സ്ക്രീഷൻ ത്രൂ സ്കിന്നിലൂടെയുള്ള വിസർജനം. കിഡ്നി ഈസ് ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ദ ബോഡി. കിഡ്നിയാണ് മേജറായ എക്സ്ക്രീറ്ററി ഓർഗൻ, വിസർജന അവയവം ഇൻ ദ ബോഡിയിലെ. എക്സസ് യൂറിയ, water and salt in the blood are filtered and expelled in the form of urine. ഇവിടെ എക്സസ് യൂറിയയും അധികമുള്ള യൂറിയയും വാട്ടറും സാൾട്ടും എന്ത് ചെയ്യുന്നു? ആർ ഫിൽറ്റേഡ്, ബ്ലഡിൽ നിന്നും അരിച്ചു മാറ്റുന്നു. എന്നിട്ട് എന്ത് പറ്റും? ആൻഡ് എക്സ്പെൽഡ്, അത് വെളിയിലേക്ക് പോകുന്നു, തള്ളുന്നു. ഏത് രൂപത്തിൽ? ഇൻ ദ ഫോം ഓഫ് യൂറിയയുടെ രൂപത്തിൽ. ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ദിസ് പ്രോസസ്, ഈ പ്രോസസ്സിനെ വേഗത്തിൽ ആക്കാനായിട്ട് ചിൽഡ്രൻ എന്ത് ചെയ്യണം? ചിൽഡ്രൻ ഷുഡ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 1.5 ലിറ്റർ, 1.5 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ അഡൽട്ടോ? ആൻഡ് അഡൽട്ട് ഷുഡ് ഡ്രിങ്ക് 3 ലിറ്റർ ഓഫ് വാട്ടർ ഡെയിലി, 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം. യൂറിൻ കണ്ടെയ്ൻ 96% ഓഫ് വാട്ടർ. യൂറിനകത്ത് എത്ര പെർസെൻറ്റേജ് വാട്ടർ ഉണ്ട്? 96% ഓഫ് വാട്ടർ. വെൻ ഡു യു സ്വെറ്റ് പ്രൊഫ്യൂസ്ലി? എപ്പോഴാണ് നിങ്ങൾ സമൃദ്ധമായിട്ട്, പ്രൊഫ്യൂസ്ലി എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ട് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വിയർക്കുന്നത്? എപ്പോഴാണ്? കഠിനാധ്വാനം ചെയ്യുമ്പോഴല്ലേ, പ്രത്യേകിച്ച് വേനൽക്കാലത്തും ഒക്കെ.
വാട്ട് ഓൾ ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ്. സ്വെറ്റ് വഴി, വിയർപ്പ് വഴി എന്തെല്ലാം വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നോക്കുക, ഉണ്ടോ? ഇതിൻ്റെ സ്കിന്നിൽ നിന്നും സ്വെറ്റ് പോകുന്ന ഭാഗം ഉണ്ടോ? ഹെയർ, രോമമുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്. നോക്കുക. ഇനി ഈ ബോക്സിൽ കൊടുക്കുന്നത് നോക്കുക. നോട്ട് പാസിങ് യൂറിൻ വെൻ റിക്വയർഡ്, നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ, നോട്ട് മെയിൻറ്റെയിനിങ് ഹൈജീൻ എക്സെട്ര വിൽ കോസ് യൂറിനറി ഡിസീസ്. ഇനി യൂറിൻ പാസ് ചെയ്യാതെ ഇരുന്നാലോ, സമയത്ത് നമ്മൾ യൂറിൻ പാസ് ചെയ്യണം. അല്ലെങ്കിൽ നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ, വെള്ളം കുടിച്ചില്ലെങ്കിലോ, നോട്ട് മെയിൻറ്റെയിനിങ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ വ്യക്തിശുചിത്വം പാലിച്ചില്ലെങ്കിലോ, വിൽ കോസ് യൂറിനറി ഡിസീസ്, അത് യൂറിനറി ഡിസീസിന് കാരണം ആകുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിലോ, സമയാസമയത്ത് യൂറിൻ പാസ് ചെയ്തില്ലെങ്കിലോ, വ്യക്തിശുചിത്വം പാലിച്ചില്ലെങ്കിലോ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വെറ്റ് ആൻഡ് അതർ വേസ്റ്റ് ആർ എക്സ്പെൽഡ് ത്രൂ ദ മൈന്യൂട്ട് പോർ ഓഫ് ദ സ്കിൻ. ഇനി സ്വെറ്റും മറ്റു വേസ്റ്റ് മെറ്റീരിയലും വെളിയിൽ പോകുന്നത് എങ്ങനെയാണ്? മൈന്യൂട്ട് പോർസ്, ചെറിയ വിടവുകളുണ്ട്. എവിടുത്തെ? ഓഫ് ദ സ്കിന്നിൻ്റെ അതുവഴി. ദേ അക്യുമുലേറ്റ് ഓൺ ദ സ്കിൻ. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യും? ഈ പോർ വഴി വന്നിട്ട് സ്കിന്നിൽ അക്യുമുലേറ്റ് ചെയ്യും, കുന്നുകൂടും. ഹെൻസ് ദ സ്കിൻ ഹാസ് ടു ബി ക്ലീൻ. അതുകൊണ്ട് സമയാസമയം സ്കിൻ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കി വയ്ക്കണം. ഡു യു നൗ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കെയർഫുള്ളി ക്ലീനിങ് ഓൾ ബോഡി പാർട്ട് വൈൽ ബാത്തിങ്? അപ്പോൾ എല്ലാ ബോഡി പാർട്ടും, അല്ലേ, ബോഡി മുഴുവൻ സ്കിന്നുകൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാ ഭാഗവും എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എപ്പോൾ? നമ്മൾ ബാത്ത് ചെയ്യുന്ന സമയത്ത്. ഈസ് ഇറ്റ് പ്രോപ്പർ ടു പ്രിവെൻറ്റ് സ്വെറ്റ്? സ്വെറ്റിനെ തടയാൻ എന്നത് അനുയോജ്യമാണോ? ആണോ? അല്ല, അല്ലേ? നമ്മൾ സ്വെറ്റ് വിയർക്കണം. അപ്പം നമുക്ക് ആ ബോക്സിൽ നോക്കാം. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്വെറ്റ് ഗ്ലാൻഡ് ഇൻ ദ സ്കിൻ. സ്വെറ്റിനെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്വെറ്റ് ഗ്ലാൻഡ്, അല്ലേ? ഒരു പിക്ചറിനകത്തുണ്ട്. എക്സസ് വാട്ടർ ആൻഡ് സാൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. സ്വെറ്റ് വഴി അധികമുള്ള വെള്ളവും സാൾട്ടും പുറത്തേക്ക് പോകണം. സ്വെറ്റിംഗ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ അവർ ബോഡി ടെമ്പറേച്ചർ. സ്വെറ്റിൻ്റെ ജോലി എന്നാണ്? അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നു, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. ദ കണ്ടീഷൻ ഓഫ് എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് ഡീഹൈഡ്രേഷൻ. ഇനി എന്താണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? എക്സസ് ഓഫ് ലോസ് ഓഫ് വാട്ടർ, ഒത്തിരി അധികമായിട്ട് വെള്ളം നഷ്ടപ്പെടുക. ആൻഡ് സോൾട്ട് ഫ്രം ദ ബോഡി, കൂടുതലായിട്ട് വെള്ളവും പോവുക, കൂടുതലായിട്ട് നമ്മുടെ സോൾട്ടും ബോഡിയിൽ നിന്ന് പോവുക. അതിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതും ഒത്തിരി വെള്ളം നമ്മുടെ ബോഡിയിൽ നിന്ന് പോയാലും നമുക്ക് എന്താണ്? ഭയങ്കര ക്ഷീണം വരും. അപ്പം ഡീഹൈഡ്രേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഫുഡ് ഇൻടേക്ക്, എക്സസ് ഫുഡ് ഇൻടേക്ക്, ഇൻസഫിഷ്യൻറ്റ് ഫുഡ് ഇൻടേക്ക്, excluding vegetables and leafy vegetable from food etc. may cause several health problems. അതായത് ഫ്രീക്വൻറ്റ് ഫുഡ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഇടവിട്ട് നമ്മൾ ആഹാരം കഴിക്കുക. എക്സസ് ഫുഡ് ഇൻടേക്ക് അതായത് ക്രമത്തിലധികമായി നമ്മൾ ആഹാരം എടുക്കുക. ഇൻസഫിഷ്യൻറ്റ് ഫുഡ് ഇൻടേക്ക് അതുപോലെ സഫിഷ്യൻ്റ് അല്ലാതെ, ആവശ്യത്തിൽ അല്ലാതെ നമ്മൾ എടുക്കുക. എക്സ്ക്ലൂഡിങ് വെജിറ്റബിൾസ് ആൻഡ് ലീഫി വെജിറ്റബിൾസ് ഫ്രം ഫുഡ്. ഇനി എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. എന്തൊഴിവാക്കണം? വെജിറ്റബിൾസ്. പിന്നെയോ ലീഫി വെജിറ്റബിൾ ഫ്രം ഫുഡിൽ നിന്ന് എക്സെട്ര ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം മേ കോസ് കാരണമാകുന്നു സെവറൽ ഹെൽത്ത് പ്രോബ്ലംസ്, പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. വോണ്ട് യു റൈറ്റ് ഔട്ട് ഹെൽത്തി ഫുഡ് ആൻഡ് ഹൈജീൻ? നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ? എന്തിനെക്കുറിച്ച്? ഹെൽത്തി ഫുഡ് ആൻഡ് ഹൈജീൻ ഹാബിറ്റിനെ കുറിച്ച്, ആരോഗ്യകരമായ ഭക്ഷണ രീതിയെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ? എവിടെ എഴുതണം? ഇൻ ചാർട്ടിലും ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ്. ഇതെല്ലാം എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യണം, ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യണം. കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം നല്ല ഫുഡ് ഹാബിറ്റിനെ കുറിച്ചും നിങ്ങളുടെ പേഴ്സണൽ ഹൈജീനെ കുറിച്ചും നിങ്ങൾ എഴുതിയിട്ട്, ചാർട്ടിൽ എഴുതിയിട്ട് നിങ്ങളത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പം കുട്ടികളെ, ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ, എക്സ്പെല്ലിംഗ് വേസ്റ്റ്,
ഫിൽറ്റേഴ്സ് ഇൻ ദ ബോഡി, എക്സ്ക്രീഷൻ ത്രൂ സ്കിൻ, കിഡ്നി, എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്, ഫുഡ് ആൻഡ് ഹൈജീൻ. ഇത്രയും ഭാഗങ്ങൾ നല്ലവണ്ണം ഹൃദ്യസ്ഥമാക്കുക. ബാക്കി അടുത്തതിൽ. ബൈ.